ഗൈസ് ദേ ഞങ്ങൾ കൊല്ലത്തിന് പോവാണ്. റെഡിയായി എല്ലാവരും. പോയാലോ? അല്ലോ ഇങ്ങോട്ട് നോക്കിയേ. ബായ്. കൊല്ലത്തിന് പോയത് എന്തിനാണെന്നറിയാവോ? അനീതിക്ക് 7 മാസമായി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. അവിടെ വളകാപ്പിന് വേണ്ടിയിട്ട് പോവാട്ടോ. ഞങ്ങളിതേ വഴിയിലെല്ലാം റെഡിയായിട്ട് നിൽപ്പുണ്ട്. അന്നേരം വേണ്ട വഴിയിൽ നിന്നൊരു കാഴ്ചയാണ് ഒരു മണ്ട പോയ പന. അതിൻ്റെ മണ്ടയിൽ 2 കിളികൾ വന്നിരിക്കുന്നു. അങ്ങനെ വേണ്ട നമ്മുടെ വണ്ടി കാത്തു നിൽക്കുന്ന നിപ്പാണ്. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും പിണക്കങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴത്തേ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. നമ്മുടെ ഈ കാറിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ കൊല്ലത്തിന്. ഇനിയിപ്പോൾ അച്ഛയും അമ്മേനെയും കയറ്റണം വീട്ടിൽ ചെന്ന്. അതുപോലെ തന്നെ അക്കച്ചി അച്ചാച്ചനും കയറ്റണം. അപ്പം ഞങ്ങളിതേ വണ്ടിയെ കയറി എല്ലാവരും. ഞങ്ങൾ 4 പേരും കയറി 5 പേരും കൂടെ അവരെ കൊണ്ടുവരാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ വേണ്ട ഞങ്ങൾ വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോവാം കേട്ടോ. അപ്പോൾ അതേ വാതിക്കൽ തന്നെ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വാതിക്കയിൽ അനിയത്തിയുടെ നാത്തൂൻ, അതായത് അനിയത്തിയുടെ നാത്തൂനുണ്ട്. ഇത് അംഗനവാടി കേട്ടോ വാതിക്കൽ കാണുന്നത്. അങ്ങനെ വേണ്ട ഞങ്ങൾ വീടിൽ എത്തി. അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു വളകാപ്പിനുള്ളത്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ വളകാപ്പിന് എല്ലാം റെഡിയായിട്ടുണ്ട്. അങ്ങനെ അനിയത്തി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും. അതേ പ്രാർത്ഥന കേട്ടോ. നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെ വേണ്ട അനീതിക്ക് മഞ്ഞളൊക്കെ തേച്ച് കൊടുത്ത് പലഹാരമൊക്കെ വായി വെച്ച് കൊടുക്കുക കേട്ടോ അമ്മ. ഇതാണ് എൻ്റെ അമ്മയെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അമ്മയെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അമ്മയും ഞാനും പിള്ളേരും അളിയൻ മീൻസ് എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും അവൾക്ക് വളയും ഒക്കെ ഇട്ട് കൊടുത്ത് ഭംഗിയായിട്ട് ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടായിരുന്നു. മീൻകറിയും ചിക്കനും ഒക്കെ കൂടി ചോറും ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി ഒരു 4 മണിക്ക് മുമ്പായിരുന്നു കയറേണ്ടത്, രാഹുകാലം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം 3 മണിക്ക് 4-നും ഇടയ്ക്ക് വീട്ടിൽ വന്ന് കയറണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു. ഭംഗിയായിട്ടെല്ലാം നടന്നു. ഇടയ്ക്ക് ഞങ്ങൾ വഴിയിലൊക്കെ ഇറങ്ങി ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി. ഇനിയിപ്പം കുഞ്ഞു വാവയൊക്കെ ആയിട്ട് 3 മാസം കഴിയുമ്പം വേണം ഞങ്ങൾക്ക് തിരിച്ച് അവളെ കൊണ്ടുവിടണം. അപ്പം ദൈവത്തോട് എല്ലാവരും പ്രാർത്ഥിക്കണം, നല്ല സുഖപ്രസവമായിരിക്കാനും കുഴപ്പമൊന്നുമില്ലാതെ കുഞ്ഞിനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാനും ഒക്കെ ആയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, ബായ്.